വൈക്കത്തൂർ മഹോത്സവത്തിന് നാളെ തുടക്കമാകും. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വൈക്കത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ 17 ബുധനാഴ്ച തുടങ്ങും. രാവിലെ 8:30 ബിംബശുദ്ധി ക്രിയകൾ നടക്കും. വൈകുന്നേരം 7:30 കൊടിയേറ്റ്. തന്ത്രി കിഴക്കിനിയടത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റും. മേൽശാന്തി മുണ്ടക്കിഴി കാലടി നാരായണൻ നമ്പൂതിരി സഹായിയാകും. 22 ആറാട്ടോടെ ഉത്സവം സമാപിക്കും. വൈക്കത്തൂർ മഹോത്സവം ഏപ്രിൽ 17 മുതൽ 22 വരെ നടത്തപ്പെടുകയാണ്. വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വളാഞ്ചേരിയുടെ ഒരു ജനകീയ മഹോത്സവമാണ് വൈക്കത്തൂർ മഹോത്സവം എന്നറിയപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനകീയമായിട്ടുള്ള ഒരു മഹോത്സവം എന്ന് പറയുന്നത് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ് ഒരു ജനകീയ മഹോത്സവമാകുന്നത്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാത്ത രീതിയിൽ ആഘോഷിക്കുന്ന ഉത്സവമാണ് വൈക്കത്തൂർ മഹോത്സവം. 17 തീയതി വൈകിട്ട് 7 മണിക്ക് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടത്തപ്പെടുന്നതോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ദേശത്തെ ഈ മഹോത്സവം 6 ദിവസവും കൃത്യമായി പ്രസാദത്തോടു കൂടി തന്നെയാണ് ഈ വർഷത്തെയും ഉത്സവം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലേക്ക് ഏവരെയും ഞങ്ങൾ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഈ മഹോത്സവത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ ദിവസവും രാവിലെ 6-ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ 8:30 ഉത്സവ ബലിയും 5-ാം ദിവസമായ ഞായറാഴ്ച രാത്രി 8-ന് പള്ളിവേട്ടയും നടക്കും. അവസാന ദിവസമായ തിങ്കളാഴ്ച പ്രതിഷ്ഠാ ദിനമായാണ് ആഘോഷിക്കുന്നത്. രാവിലെ 8-ന് കാഴ്ചാശീവേലിക്കു ശേഷം ഗജപൂജയും ആനയൂട്ടുമുണ്ട്. വൈകുന്നേരം 4-ന് വളാഞ്ചേരി നഗരത്തിൽ പട്ടാമ്പി റോഡിൽ നിന്ന് പകൽപൂരം എഴുന്നള്ളിപ്പ് തുടങ്ങും. എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തിയാൽ ആറാട്ടുബലി ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രക്കുളത്തിലെ ആറാട്ടുകടവിൽ ദീപാരാധനയ്ക്കു ശേഷം മേളത്തിന്റെ അകമ്പടിയോടെ മഹാദേവൻ ശ്രീലകത്തേക്ക് മടങ്ങും. 10:30 ശ്രീബുധ ബലിക്കു ശേഷം വർണ്ണവിസ്മയ കാഴ്ചയുമുണ്ടാകും. ഉത്സവം കൊടിയേറുന്ന ബുധനാഴ്ച മുതൽ കേരള നടനം, ഗാനഗന്ധർവ സദസ്സ്, നാരായണീയ പാരായണം, കൈകൊട്ടിക്കളി, ഇരട്ടത്തായമ്പക, നൃത്തനൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, കോൽക്കളി തുടങ്ങി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും. ഉത്സവ ദിവസങ്ങളിലെ പ്രസാദ ഊട്ടിനാവശ്യമായ പച്ചക്കറി, പലവ്യഞ്ജന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്ന കലവറ നിരക്കൽ ചൊവ്വാഴ്ച 8-ന് ക്ഷേത്രാങ്കണത്തിൽ നടന്നു. ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ.